ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP പ്രതിഷേധം കടുപ്പിക്കുന്നെന്ന വാർത്ത നമ്മുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നും നാളെയുമായി BJP രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് വളയിലും സംഘടിപ്പിക്കുമെന്നാണ് സൂചന. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, BJPക്ക് ശരിക്കും വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഈ സ്വർണ്ണക്കൊള്ളയിൽ SIT ഇനി എങ്ങോട്ട് നീങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ നടക്കുകയാണ്. ഈ മണിക്കൂറുകളോളമാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അതിനൊടുവിൽ അദ്ദേഹത്തെ ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നോ നാളെയോ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ഈ അന്വേഷണ സംഘം ആവശ്യപ്പെടുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുരാരി ബാബുവിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി. മഹസറിൽ തെറ്റായ വിവരങ്ങൾ, സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പ് പാളിയെന്ന് തെറ്റായി രേഖപ്പെടുത്തിയെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ മുരാരി ബാബുവിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രതിപട്ടികയിലുള്ള മുൻ തിരുവാഭരണം കമ്മീഷണർമാർ, ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥർ, ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ സ്മിത്ത്, മറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക്, അല്ലെങ്കിൽ കസ്റ്റഡി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. ഒപ്പം ഈ നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അധികം വൈകാതെ തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ഈ പ്രധാനമായും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പ്രദർശനം നടത്തിയ ഈ ബംഗളൂരുവിലും ഒപ്പം ഹൈദരാബാദിലും ചെന്നൈയിലും അടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം തെളിവെടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നടക്കം നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ ബാക്കിയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നത്. നിലവിൽ ഈ പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികൾ, കൽപേഷ അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചും വലിയ തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ കൂടുതൽ നിർണായകമായ തീരുമാനങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ തന്നെ BJPയുടെ സെക്രട്ടേറിയറ്റ് വളയൽ പ്രതിഷേധം നടക്കും. ഇന്ന് 7 മണി മുതൽ നാളെ ഉച്ചവരെയായിരിക്കും SKN പ്രതിഷേധം ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.